കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ കല്ലങ്കോട് പുഴക്കടവിനടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ 13 അപേക്ഷ ഫോമുകൾ കണ്ടെത്തി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ട്രൈബൽ സ്റ്റുഡൻസ് അവരുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പിന് വേണ്ടി ഗവൺമെൻറ്റിന് കൊടുത്ത അപേക്ഷ ഫോമുകളാണ്. ആ 13 11 ധനസഹായം അർഹിക്കുന്നതാണ് ഗവൺമെൻറ് കണ്ടെത്തിയിട്ട് ഇപ്പോൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് കാര്യങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ പത്രത്തിൽ വായിച്ച കാര്യമാണ്. സാധാരണ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ഗവൺമെൻറ് കൊടുക്കുന്ന പല അപേക്ഷകൾക്ക് ഉത്തരവില്ല, ആപ്ലിക്കേഷൻസിന് ഉത്തരവില്ല, മുങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ കുറ്റിക്കാട്ട് ഡംബയാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു ഒരു സെഞ്ചൂറിയൻ ഗവൺമെൻറ് ഓഫീസർ, ഒരു കമാൻഡിങ് ഓഫീസറാണ്. ആ മനുഷ്യന് കമാൻഡ് എന്താണെന്നറിയാം, വാക്കിൻ്റെ വില എന്താണെന്നറിയാം. കാരണം അത് റോമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, റോമൻ എംപയർ റെപ്രസെൻ്റ് ചെയ്യുന്നു. അവിടെ കമാൻഡ്സിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, അണ്ടർ പവറിലും ആണ് കാര്യങ്ങൾ നടക്കുന്നത്. എത്ര സ്ട്രോങ് എംപയറാണ്. എന്നിട്ട് ഈ മനുഷ്യൻ അയാളുടെ ഒരു ആവശ്യത്തിന് അയാളുടെ വൃത്തിയെ സുഖപ്പെടുത്താൻ വേണ്ടി റോമിലേക്ക് പോകുന്നില്ല. കാരണം അയാൾക്കറിയാം റോം കൻ നോട്ട് ഹീൽ. റോമിന് മനുഷ്യരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പറ്റത്തില്ലെന്ന് അയാൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ ലോകത്തിൻ്റെ സങ്കടം കേൾക്കുന്നൊരു മനുഷ്യനെ കണ്ടത്, ഈശോനെ കണ്ടത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈസ് റെപ്രസെൻറ്റിങ് അനദർ എംപയർ. മനുഷ്യരുടെ സങ്കടം കേൾക്കുന്ന ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈശോയുടെ അടുത്താണ് അപേക്ഷ കൊണ്ടത് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, വിശ്വസിക്കുന്നത് എന്താ, ഒരു വാക്ക് പറഞ്ഞാൽ നീ ജസ്റ്റ് കമാൻഡ്, എൻ്റെ വൃത്തി സുഖപ്പെടും, ജസ്റ്റ് കമാൻഡ്. അപ്പോൾ ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ട്. ആ ഗവൺമെൻറ് അയാൾക്ക് വിശ്വാസമില്ല, ആൾക്ക് വിശ്വാസമുള്ളത് ഈശോയിലാണ്. അതുകൊണ്ടാണ് ഈശോ അയാളുടെ ബിലീഫിനെ കമൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരെണ്ണം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. ഇനി നമ്മോടുള്ള ചോദ്യം എന്താണ്? ഇത്ര പവർഫുള്ളായിട്ടുള്ള എംപയറിൽ വിശ്വസിക്കുന്ന നമ്മളല്ലേ, എന്നിട്ട് നമ്മുടെ അപേക്ഷകൾ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്?